ഇടുക്കിയിൽ മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് വിഭാഗീയത ആളിക്കത്തിച്ചതിപ്പോൾ ലീഗാണോ കോൺഗ്രസ് ആണോ? തർക്കം തുടരുന്നു. ഈ വിഷയത്തിൽ UDFിൻ്റെ സംശയം തീരുന്നുമില്ല. ഇനി ഇടുക്കിയിലെ UDFുമായി ഒരു തരത്തിലും സഹകരിക്കില്ലെന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ അണികളൊക്കെ തെരുവിൽ ഉറക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇടുക്കിയിൽ ഒരിടത്തും തൊടുപുഴയിൽ പോലും ലീഗിനെ വച്ചേക്കില്ല എന്നാണ് കോൺഗ്രസുകാരുടെ തിരിച്ചുള്ള മറുപടി. അത് വളരെ ശക്തമായൊരു മുന്നറിയിപ്പാണ്. പക്ഷേ ആര് ജയിക്കുമെന്ന് കണ്ടറിയണം. അതിനൊരു തിരഞ്ഞെടുപ്പ് വേണം. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. ഇനി വെറും 16 മാസം. UDFിനുള്ളിൽ ഈ മഞ്ഞുരുകാൻ പറ്റിയില്ലെങ്കിൽ മേൽപ്പറഞ്ഞത് തന്നെ സംഭവിക്കും. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗിനെ തൊടുപുഴയിൽ പച്ച തൊടിയിക്കില്ലെന്നാണ് ഇടുക്കിയുടെ DCC പ്രസിഡന്റ് CP മാത്യു പച്ചയ്ക്ക് തന്നെ പറഞ്ഞത്. തൊടുപുഴയിൽ മാത്രമല്ല, ഇടുക്കിയിൽ ഒരിടത്തും പച്ച തൊടിയിക്കില്ലെന്ന് CP മാത്യു നട്ടല് നിവർത്തി വെല്ലുവിളിക്കുമ്പോൾ LDFിനോടല്ല, കോൺഗ്രസിനോട് തന്നെ ഒരു ശക്തിപ്രകടനത്തിനൊരുങ്ങുകയാണിതാ ലീഗിൻ്റെ ഇടുക്കി ജില്ലാ നേതൃത്വം. അവരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഉത്തര കേരളത്തിൽ ഉമ്മാക്കി കാട്ടി കോൺഗ്രസിനെ ലീഗുകാർ ഭയപ്പെടുത്താൻ നോക്കേണ്ട എന്നാണ് CP മാത്യുവിൻ്റെ മുന്നറിയിപ്പ്. അവരൂറിയ വാള് ഉറയിലിടുന്നതാണ് അവർക്ക് നല്ലത്. ഇല്ലെങ്കിൽ വരുന്ന പ്രത്യാഘാതങ്ങൾക്ക് ഞങ്ങളായിരിക്കില്ല ഉത്തരവാദി യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമായിരിക്കും. കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിയാണ് ജോർജ് ജോൺ. ജോർജ് ജോണിൻ്റെ സ്ഥാനാർത്ഥിയായി ജയിച്ചതിന് ശേഷം ലീഗിൻ്റെ ടിക്കറ്റാണ് മത്സരിച്ചത്. ജയിച്ചതിന് ശേഷം നടന്ന നമ്മുടെ ചെയർമാൻ തിരഞ്ഞെടുപ്പിൽ ജോർജ് ജോണ് ആദ്യം ലീഗിൻ്റെ സ്ഥാനാർത്ഥി വന്നു. ലീഗിന് അവർ ഒരു മര്യാദകളെല്ലാം വോട്ട് ചെയ്തു. പക്ഷേ സെക്കൻഡ് ടൈം അപ്പോൾ എലിമിനേറ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ടൈം ഇലക്ഷൻ വന്ന സമയത്ത് ഇവർ പറഞ്ഞു മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറിക്ക് ആവില്ല. അത് പറഞ്ഞ് ഞാൻ ഐക്യജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ജയിച്ചത്. എൻ്റെ വാർഡിലെ ജനങ്ങൾ വോട്ട് തേറി ജയിപ്പിച്ചത് UDFിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയാണ്. ഇടതുപക്ഷക്കാരുടെ വോട്ടിന് വേണ്ടിയല്ല എൻ്റെ വാർഡിലെ ജനങ്ങൾ എന്നെ ജയിപ്പിച്ചത്. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. നേരെ ദീപക്കാണ് UDFിൻ്റെ കാൻഡിഡേറ്റ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ദീപകിന് വോട്ട് ചെയ്തു. അന്നേരം മുതലേ അവർക്കടുത്ത മുദ്രാവാക്യം വഴിയെല്ലാം ഭയങ്കര ബഹളമായിരുന്നു. വീട്ടിൽ കയറിത്തല്ലും അത് ചെയ്യും തലവെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചു. അന്ന് രാത്രിയിലാണ് ഇപ്പോൾ ഈ പ്രശ്നം സംഭവം ഉണ്ടാകുന്നത്. അന്നിപ്പോൾ ജോർജ് ഒന്നും കിട്ടിയില്ല. 2-3 വട്ടം ഇവിടെ വന്നു. ഇന്നലെയും വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു തുടക്കത്തെ പോലെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ചില ആളുകൾ അത് നേതൃത്വം ഒരു കൺട്രോൾ ചെയ്യണം. നേതൃത്വം അവരൊന്ന് പറയുന്നു, വേറൊരു മറ്റു രീതിയിൽ പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് അനുവദിക്കുന്ന പ്രശ്നമില്ല. കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. അതിന് എത്ര മതി ഏത് പരിധി വരെ പോകാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ അവരൂറിയ വാള് ഉറയിലിടുന്നതാണ് അവർക്ക് നല്ലത്. ഇല്ലെങ്കിൽ വരുന്ന പ്രത്യാഘാതങ്ങൾക്ക് ഞങ്ങളായിരിക്കില്ല ഉത്തരവാദി യൂണിയൻ മുസ്ലിം ലീഗ് മാത്രമായിരിക്കും. അതിപ്പോൾ രാഷ്ട്രീയമായിട്ട് നേരിടും. തല്ലാൻ വന്നാൽ തിരിച്ചു തല്ലും, വേറെ കാര്യമൊന്നുമില്ല. തല്ലാൻ വന്നാൽ തിരിച്ചു തല്ലിയിരിക്കും. ഒരു സംശയം വേണം. കിടത്തുറങ്ങാൻ പള്ളികളെ നാട്ടിൽ പ്രക്ഷുബ്ധമാകും, പോലീസിന് പണി കൂടും, ലീഗുകാർക്ക് നാട്ടു വിട്ടു പോകേണ്ടിയും വരും. എന്തോ അല്ല, അവർ ഒരുപാട് മറ്റു ആളുകളെ കൊണ്ട് വിളിപ്പിക്കുകയാണ്. നേതാക്കന്മാർ വിളിക്കുന്നില്ല. അവിടെ ഇവിടുന്ന് പല അണികളും ചീത്ത വിളിച്ച് പറയുന്നത്. ഞങ്ങളുടെ പല ആളുകൾക്കുണ്ട് ഭീഷണി. ഞങ്ങളുടെ പല ആളുകൾക്കും ആ ഭീഷണിയുണ്ട്. അതുകൊണ്ട് അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെയുള്ള സ്വയം കൃതാനർത്ഥമാണ് ലീഗ് ചെയ്തിട്ടുള്ളത്. അവർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മാറി നിൽക്കാമായിരുന്നു, അല്ലെങ്കിൽ വേറെ വോട്ട് അസാധുവാക്കാമായിരുന്നു. പക്ഷേ UDFിൻ്റെ ഭാഗമായി നിന്ന് ജയിച്ച വോട്ടുകൾ, ആ വോട്ടുകൾ കയറ്റി മാർക്സിസ്റ്റ് പാർട്ടിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതെന്തോ അച്ചാരം വാങ്ങി എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ അതാ ഞാൻ സൂചിപ്പിച്ചത്. അവർ അവിടെ ഈ അണികളെ കൊണ്ടുപോയി കുഞ്ഞു കുട്ടികളെ കൊണ്ട് ചുടിയോറ് വാരിക്കുന്നതിന് പകരം നേതാക്കന്മാർ അങ്ങനെ ഉണ്ടെങ്കിൽ രംഗത്ത് വരണം, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം. നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കും. എന്തിനാ അനുരഞ്ജനം? ഞങ്ങളുടെ ചെയർമാൻ കാൻഡിഡേറ്റിനെ വോട്ട് ചെയ്യാതെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്തോണ്ട് എന്താ അനുരഞ്ജനം ഇരിക്കുന്നത്? പോനാൽ പോകട്ടും പോടാ. ചെറിയൊരു പ്രാദേശിക വിഷയമല്ല. കോൺഗ്രസിന് ചെയർമാൻ സീറ്റ് കിട്ടി. ആദ്യത്തെ 1 വർഷക്കാലം 3 ടേമായിട്ടാണ് വീതിച്ചത്. ആദ്യത്തെ 1 വർഷക്കാലം കേരള കോൺഗ്രസ് കൊടുത്തു. സെക്കൻഡ് ടൈം 2 വർഷക്കാലം ലീഗിന് കൊടുത്തു. തേർഡ് ടൈം 2 വർഷക്കാലം കോൺഗ്രസിന് കിട്ടി. അത് തന്നെ ഇനി ആ തെരഞ്ഞെടുപ്പ് നടക്കാൻ 16 മാസമേ ഉള്ളൂ. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് 8 മാസം ഞങ്ങൾക്ക് നഷ്ടം വന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അത് തന്നെ വീണ്ടും വീതം വെക്കണം എന്നാണ് പറയുന്നത്. ഇതൊന്നും ചരിത്രത്തിൽ കേട്ടുകൾ വീണ്ടുണ്ടോ? അവർ വീണ്ടും വീതം വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ വീതം വെപ്പോൾ ഞങ്ങൾ നിന്നു കൊടുക്കാൻ പറ്റത്തില്ല. ഇതൊരു പാർട്ടിയല്ല ഞങ്ങളുടേത്. UDFിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അത് മാനിക്കാതെ ഇവനെല്ലാം വാളെടുത്തെല്ലാം വെളിച്ചപ്പാടായി വരിക. ഈ തുത്തുകുളിക്ക് പക്ഷിക്ക് സ്വഭാവമുണ്ട്. തുത്തുകുളിക്കും ഈ ലോകം മുഴുവൻ കുലുങ്ങുകയെന്നാണ് തോന്നുന്നത്. ഒരു കുലുക്കവും ഇല്ല ഇവിടെ.
ഈ ഭീഷണിയിലും ആക്രമണത്തിലും പോലീസിനൊക്കെ പരാതി കൊടുക്കുന്നുണ്ടോ? പോലീസ് ഞങ്ങൾ പരാതി കൊടുക്കുന്നുണ്ട്. പ്രസിഡന്റിനെ മാറ്റി നിർത്തിയിട്ടുള്ള അടിയന്തര ചർച്ചകൾക്ക് ലീഗ് ഉള്ളൂന്നാണ്. ഏത് പ്രസിഡന്റിനെ? DCC പ്രസിഡന്റ്. അതിപ്പോൾ ലീഗിന്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ. ഇന്നവിടെ ജില്ലാ കമ്മിറ്റി ഉണ്ട്. മാന്യമായ ജില്ലാ കമ്മിറ്റി നടന്നാൽ മതി. ആദ്യം ജില്ലാ പ്രസിഡന്റ് സ്വയം രക്ഷപ്പെടാൻ നോക്കട്ടെ. ഷുക്കൂർ ആദ്യം അത് വൈദ്യരെ സ്വയം ചികിത്സിക്കുമെന്നാണ് പറയാനുള്ളത്. ലീഗിനകത്തെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കട്ടെ. ആദ്യമേ അബ്ബാസ് മാഷറും പിന്നെ സലീം കൈപ്പാടവും റഹീം പഴേരി അടക്കമുള്ള നേതൃബാഹുല്യത്തിൻ്റെ കയ്യിലാണ് ജില്ലയിലെ മുസ്ലിം ലീഗ് അണികളെന്ന എൻ്റെ വിശ്വാസം, എൻ്റെ അറിവ് തന്നെയാണ്. അവരെ ആഫീസ് പൂട്ടിയിട്ടേക്കുക. ഇന്ന് അവിടെ ജില്ലാ കമ്മിറ്റി കൂടുന്നത് ഉടച്ച തമ്പരാനേ അറിയാവുള്ളൂ. ഇന്ന് അവിടെ അവർ കൂടുന്നുള്ളത്. ആദ്യം സ്വയം വൈദ്യരെ ചികിത്സിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം അവരുടെ ഉള്ളിലെ പണി തീർക്കട്ടെ. പിന്നെ DCC പ്രസിഡന്റ് മാറ്റി നിർത്തുന്നതും തീരുമാനിക്കുന്നതൊക്കെ ഞങ്ങൾക്ക് നേതൃത്വമുണ്ട്. ലീഗ് നേതൃത്വമല്ല ഞങ്ങളുടെ ലീഡർഷിപ്പിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അങ്ങനെ ബാധിക്കേണ്ട പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലീഗിൻ്റെ ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ തൊഴിൽ മുനിസിപ്പാലിറ്റി പ്രശ്നമാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് പിന്നെ നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളതിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. അതപ്പോൾ നമ്മൾ നോക്കാം. ഇടവെട്ടി നേരത്തെ പ്രശ്നം ഉണ്ടായതാണ്. ലീഗിൻ്റെ 3 കമ്മീഷണർ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അവരൊക്കെ നൗഷാദൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അവർ 100% ജനാധിപത്യവാദികളാണ്. അവരൊക്കെ ഈ പറഞ്ഞ അബ്ബാസ് സാറിൻ്റെയും അവരുടെ കൂടെയാണ്. ഇതുപോലത്തെ ഒറ്റയാൻ പണിക്ക് ഇവരുടെ കൂടെ അബ്ബാസിൻ്റെയും ഷുക്കൂറിൻ്റെ കൂടെ അവരെ കിട്ടത്തില്ലെന്ന് എൻ്റെ വിശ്വാസം. അവരെ പഞ്ചായത്ത് മെമ്പർമാർ UDFിൻ്റെ ഉറച്ചു നിൽക്കുന്നവരാണ്. അവരുടെ അടുത്ത് ഈ കളിയൊന്നും നടക്കത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. അവരുടെ ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റി ആദ്യം ഒന്ന് നേരെ കൂടട്ടെ. കൂടി കഴിഞ്ഞിട്ട് കോൺഗ്രസ് നന്നാക്കാൻ മതി. കോൺഗ്രസ് പാർട്ടി തൊടുപുഴ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് തന്നെ ഇത്തവണ ജയിക്കുമെന്നും അതിനി ലീഗിൻ്റെ ഒരു സഹായവും ആവശ്യമില്ലെന്നുമാണ് CP മാത്യു വ്യക്തമാക്കിയത്. എന്ത് അടിസ്ഥാനത്തിലാണ് മാത്യു ഇങ്ങനെ പറഞ്ഞതെന്ന് കോൺഗ്രസിനുള്ളിലും ഒരു വ്യക്തതയുമില്ല. തികഞ്ഞ അവ്യക്തത. ലീഗ് സംസ്ഥാന ഘടകത്തിൻ്റെ പൂർണ്ണ പിന്തുണയാണ് മുസ്ലിം ലീഗ് ഇടുക്കി ഘടകത്തിൻ്റെ ഈ പോരാട്ടമെന്ന് വളരെ വ്യക്തമാണ്. അതാണ് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം സമുദായക്കാരിയായ CPM ചെയർപേഴ്സണിന് വേണ്ടി വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ലീഗ് അംഗങ്ങൾ ഒരു സംശയവും കൂടാതെ തീരുമാനമെടുത്തത്. കാരണം അത്ര ധൈര്യപൂർവ്വം CPMനെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ ഈ ഒരു സമയത്ത് മുസ്ലിം ലീഗ് തയ്യാറാകണമെങ്കിൽ അതിന് പിന്നിൽ ശക്തമായ ഒരു ഘടകത്തിൻ്റെ പിന്തുണയുണ്ടെന്നും അത് ലീഗിൻ്റെ സംസ്ഥാന ഘടകം തന്നെയെന്നും വ്യക്തം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താനുള്ള കച്ചവടം ലീഗ് ജില്ലാ പ്രസിഡന്റ് KMS ഷുക്കൂർ വിദേശത്തിരുന്നാണ് ഉറപ്പിച്ചതെന്ന് CP മാത്യു പറയുന്നു. എന്നാൽ ഇതിൻ്റെ പേരിൽ ആരാണ് പണം കൈപ്പറ്റിയത്, കച്ചവടത്തിന് പിന്നിൽ ആരൊക്കെ, അത് തനിക്കറിയില്ല എന്നാണ് CP മാത്യുവിൻ്റെ മറുപടി. പക്ഷേ മറുപടി അറിയാത്തതുകൊണ്ടൊന്നുമല്ല. അറിയാവുന്ന കാര്യം പറഞ്ഞാൽ CP മാത്യുവിൻ്റെ ഇടുക്കി പ്രസിഡന്റ് സ്ഥാനമടക്കം കുത്തിയൊലിച്ചു പോകുമെന്ന് വ്യക്തമാണ്. UDFിൻ്റെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾ ആരും പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ തന്നെ കോൺഗ്രസും UDFും അപകടം മണത്തതാണ്. കോൺഗ്രസിൻ്റെ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥി MA കരീമിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ലീഗിലെ നേതാക്കൾക്ക് ഒരു താല്പര്യവുമില്ലായിരുന്നു. ഇതിനിടെയാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ കാലുവാരലും. ഇതോടെ എല്ലാം തീരുമാനമായി. ജോസഫ് ഗ്രൂപ്പിൻ്റെ കാലുവാരൽ മുന്നണി മര്യാദയ്ക്ക് ചേർന്നതല്ല എന്നാണ് കോൺഗ്രസിൻ്റെ നിലപാട്. എന്തായാലും കേരളത്തിൽ മലപ്പുറത്തും കോഴിക്കോട്ടും ലീഗിൻ്റെ ആധിപത്യമുണ്ട്. ഈ മുൻധാരണയാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ ലീഗ് ഇപ്പോൾ ചില്ലറയൊന്നുമല്ല കോൺഗ്രസിന് തലവേദനയായിരിക്കുന്നത്. വയനാട്ടിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ അത് ലീഗ് വിചാരിക്കണം. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് കഴിഞ്ഞപ്പോൾ ഇതാ ഇടുക്കിയിലേക്ക്. അങ്ങനെ UDFിലെ രണ്ടാമത്തെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് കോൺഗ്രസിനെ പല ജില്ലകളിലും മലർത്തിയടിക്കാനുള്ള ഗുസ്തി പരിശീലനത്തിലാണ്. കാത്തിരുന്ന് കാണാം കളികൾ എന്ന തീരുമാനത്തിലാണ് കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ. പക്ഷേ എത്ര കാലം അവർ കളി കാത്തിരുന്ന് കാണുമെന്ന് കണ്ടറിയണം. കാരണം ഇവിടെ തർക്കം UDFിലെ ഒന്നാമനും രണ്ടാമനും തമ്മിലാണ്, കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലാണ്. ഇതിൽ ജയം ആർക്കായാലും തോൽവി ആർക്കായാലും അത് ക്ഷീണം സംഭവിപ്പിക്കുക UDFിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ചിത്രം വളരെ വ്യക്തമാകും ഇടതുമുന്നണിക്ക് മുന്നിലെന്ന് വളരെ കൃത്യം.